ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിൽ ആവശ്യങ്ങൾ നിരത്തി കെ അണ്ണാമലൈ. ദീർഘകാല അധ്യക്ഷനായി തമിഴ്നാട്ടിൽ നിയമിക്കണമെന്നാണ് ആവശ്യം. ചുരുങ്ങിയത് 7 വർഷം തുടർച്ചയായി അധികാരം നൽകണം. ഇല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കണം. തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികൾക്ക് സാധ്യത കുറവാണെന്നും അണ്ണാമലൈ നേതൃത്വത്തെ അറിയിച്ചു. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്ന് നേതാക്കൾ അണ്ണാമലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അണ്ണാമലയുടെ രാജി യഥാർത്ഥത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം. പ്രത്യേകിച്ച് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്നാണ് നേതാക്കന്മാരെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കൊരു പുതിയ പാർട്ടി രൂപീകരിക്കണം. അങ്ങനെയൊന്നും സ്വാഭാവികമായി പാർട്ടി രൂപീകരിക്കാൻ ആഗ്രഹമുള്ളയാൾ ചെയ്യാൻ സാധ്യതയില്ല. യുക്തിസഹമായി ചിന്തിച്ചാൽ ഒരു സമ്മർദ്ദം ചെലുത്തുക എന്നത് മാത്രമാണ്. പ്രത്യേകിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ ഒരു രാജ്യസഭാ ബർത്ത് ഉറപ്പിക്കുകയാണ് അണ്ണാമല എന്നുള്ളതാണ്. പക്ഷേ വളരെ കൃത്യമായ ചില ആവശ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചിട്ടുണ്ട്. തന്നെ വീണ്ടും തമിഴ്നാട് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കണം. അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധാരണഗതിയിലുള്ള നിയമനം മാത്രം പോരാ, പകരം 8 വർഷത്തേക്കുള്ള അധികാരം എനിക്ക് തരണം. എന്നാൽ മാത്രമേ ബി.ജെ.പിയെ തമിഴ്നാട്ടിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് അമിത്ഷായെയും നിതിൻ നബീനെയും കണ്ടപ്പോൾ ദില്ലിയിലെ ചർച്ചകളിൽ അണ്ണാമലൈ വ്യക്തമാക്കിയത്. അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യം ബി.ജെ.പി. ദേശീയ നേതൃത്വം അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഏതായാലും ആവശ്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ബി.ജെ.പിക്ക് ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ ദ്രാവിഡ മണ്ണിൽ വലിയ സാധ്യത കാണുന്നില്ല. പ്രാദേശിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് തന്റെ ലക്ഷ്യം എന്നുകൂടി ഈ നേതാക്കൾക്ക് മുന്നിൽ അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നുണ്ട്. അണ്ണാമലയോട് തൽക്കാലം രാജിവെക്കരുത്, ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നിർണായക ചർച്ചകൾ ഉണ്ടാകും. ഇന്ന് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തമിഴ്നാടിന്റെ വിവിധ മേഖലകളിൽ അണ്ണാമലയെ അനുകൂലിച്ചുകൊണ്ട് അനുയായികൾ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്. മക്കൾ ശക്തി എന്ന പേരിൽ അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യമാണ് തമിഴ്നാട്ടിലാകെ അണ്ണാമലയുടെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നത്. നിർണായക ചർച്ചകൾ ദില്ലിയിൽ തുടരുകയാണ്. വിവിധ ആവശ്യങ്ങൾ നേതൃത്വത്തിന് മുന്നിൽ അണ്ണാമലൈ വെച്ചിരിക്കുകയാണ്. താങ്ക് യു. ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ആദിൽ പാലോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അണ്ണാമലൈ ഒരൊറ്റ തന്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7 വർഷത്തേക്ക് എന്നെ അവിടെ ബി.ജെ.പി. അധ്യക്ഷനായിട്ട് തമിഴ്നാട്ടിൽ നിയമിക്കണം, അതല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരുന്നത് സമ്മർദ്ദതന്ത്രമാണ് എന്നുള്ളതാണ്. ഒപ്പം പോവല്ലേ അച്ഛ എന്ന മട്ടിൽ പറയുന്നു. അപ്പോൾ എന്തായാലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അണ്ണാമലൈ ഒന്ന് റിലാക്സ്, കൊഞ്ചം റിലാക്സ് പണ്ടുങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും നൈനാൻ നാഗേന്ദ്രനാണ് അവിടെയുള്ളത്. അതുകൊണ്ട് നൈനാൻ നാഗേന്ദ്രനെ മാറ്റി ഇനി അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവന്ന് 7 വർഷം അണ്ണാമലയ്ക്ക് ബി.ജെ.പി. അവിടെ ചുമതല കൊടുക്കുമോ എന്നുള്ളതാണ്. ഇനി 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരണം. അവിടെയാണെങ്കിൽ വിജയ് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ പാർട്ടികൾക്കൊന്നും ബി.ജെ.പി. മണ്ണിൽ സ്ഥാനമില്ല എന്ന് പുള്ളി കാര്യം പറഞ്ഞു. ഇതാണ് അവിടുത്തെ വസ്തുത. ഇനി 7 വർഷം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഒരു ലോങ് ടേം ആണ് അണ്ണാമലയെ നോക്കുന്നത്. അതുകൊണ്ട് രാജി ഒരു സമ്മർദ്ദ തന്ത്രമാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ കരുതേണ്ടി വരും.